സുലാവസി ദ്വീപിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് ലൈംസ്റ്റോൺ മലനിരകൾ അതിരിടുന്ന സുന്ദരമായൊരു ഗ്രാമമുണ്ട്. കൃഷിയും മീൻപിടുത്തവും ഒക്കെയായിട്ട് ഒരു കൂട്ടം നിഷ്കളങ്കരായ ഗ്രാമീണർ ഈ ഗ്രാമത്തിൽ ജീവിച്ചു പോരുന്നു. മലയടിവാരം മുഴുവൻ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇവിടുത്തെ മലനിരകൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. പ്രാചീന കാലം മുതലേ മനുഷ്യർ താമസിച്ചു വന്ന നിരവധി ലൈംസ്റ്റോൺ ഗുഹകൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു ഗ്രാമത്തിലൂടെ തനിച്ചൊരു നടത്തത്തിനിറങ്ങുകയാണ് ഞാൻ. കാടും മലനിരകളും ഒക്കെ നിറഞ്ഞ ഇവിടം നമുക്ക് മുമ്പിൽ എന്തൊക്കെ കാഴ്ചയുടെ വസന്തമൊരുക്കുമെന്നുള്ളത് നമുക്ക് നേരിൽ തന്നെ കാണാം. കഴിഞ്ഞ ദിവസമാണ് സുലാവസിയുടെ മക്കാസറിൽ നിന്നും ഒരു ബൈക്കുമായി ഗ്രാമങ്ങളിലൂടെയുള്ള വഴിയിലൂടെ നമ്മൾ ഇവിടേക്ക് വന്നെത്തിപ്പെട്ടത്. പക്ഷേ ഈ ഗ്രാമം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത് ചില അത്ഭുതങ്ങൾ കൂടിയായിരുന്നു. നമ്മളൊരു ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് കേട്ടോ വന്ന് കയറിയേക്കുന്നത്. ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ആശ്ചര്യചിഹ്നമൊക്കെ ഉണ്ട്. വഴിയിൽ കണ്ട കുട്ടികളോടും വീടുകളിൽ കണ്ട സ്ത്രീകളോടുമൊക്കെ ചോദിച്ചാണ് വഴി തെറ്റുന്നില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തിയത്. ഭൂപ്രകൃതിക്കനുസരിച്ച് ഇന്നാട്ടിലെ വീടുകൾക്കും ഭക്ഷണ രീതികൾക്കും എല്ലാം വ്യത്യാസങ്ങളുണ്ട്. പിന്നീട് എത്തിപ്പെട്ട ഒരിടത്തു നിന്നും ഈ ചേട്ടൻ ഒരു ലൈറ്റ് സമ്മാനിച്ച് ഈ മല കയറി നോക്കുന്നു എന്ന് എന്നോട് ചോദിച്ചു. മലയല്ല, ശരിക്കും അതൊരു ഗുഹയായിരുന്നു. അതിനുള്ളിലേക്ക് കയറിയ ഞാൻ കണ്ടത് മറ്റൊരു ലോകമാണ്. ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ ഉണ്ടല്ലോ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇങ്ങ് റമ്മങ് എന്ന് പറയുന്ന മക്കസാറിനടുത്തുള്ള നമ്മുടെ സുലാവസിയിലെ ഒരു ഗ്രാമത്തിൽ നിന്നും സ്വാഗതമുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന നമ്മളുടെ നസ്രലിൻ്റെ അതേ ഹോം സ്റ്റേയിൽ തന്നെയാണ് താമസം. രാവിലെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നല്ല അടിപൊളിയായിട്ടുള്ള ദോശയൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച് അതിൻ്റെ മേലെ പഴമൊക്കെ മുറിച്ച് വെച്ചിട്ടുള്ള ഒരു പ്രത്യേകതരം ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതല്ല ഞാൻ കഴിച്ചു. നല്ല സുന്ദരമാണ് ഇവിടെ നിന്നും പുറത്തോട്ടേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച. ഈ തൊട്ടടുത്തുള്ള ആ ഒരു തെങ്ങിൻ്റെ മേലേക്ക് ഉണ്ടല്ലോ കിളികളൊക്കെ ഇങ്ങനെ കൂടൊക്കെ കൂട്ടുന്നുണ്ട്. തൂക്കണാങ്കുരുവിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ചില ഒരു കരച്ചിലൊക്കെ കേട്ടിട്ടാണ്, കിളിനാദം അത് കേട്ടിട്ടാണ് രാവിലെ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഭക്ഷണത്തിനൊക്കെ ശേഷം ചെറിയൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് ഞാൻ ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് നടക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇന്നലെ രാത്രിയല്ലേ നമ്മളിവിടേക്ക് എത്തിച്ചേർന്നത്. ഇനിയിപ്പോൾ ഈ ഗ്രാമം എന്താണെന്നുള്ളതൊന്ന് കാണാമല്ലോ. അപ്പം വായോ എല്ലാവരും നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ജസ്റ്റ് പുറത്തോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റമ്മങ്ങിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ആ മലനിരകളില്ലേ, അതിനോട് ചേർന്ന് തന്നെയാണ് ഇവരുടെ വീടുള്ളത്. അപ്പോൾ ആ ഒരു മലനിരകളൊക്കെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റും. അതുകൊണ്ട് അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഫുള്ള് ഇതുണ്ടെങ്കിൽ വെള്ളക്കെട്ടുകളാണ്. അതായത് നമ്മളുടെ കുട്ടനാട്ടിൽ പോയ ഒരു പ്രതീതിയാണ് കേട്ടോ ഇവിടെയുള്ളത്. ഗുഡ് മോർണിംഗ്. ഇതാണ് കേട്ടോ നസ്രല്ല. യു ആർ ഹാവിങ് ടീ. യു ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്? I had a breakfast already downstairs. Already? Okay. Now. Okay. I just go for the walk. Taking a walk. Just around the village. Okay, cool. നമ്മുടെ വണ്ടി ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. വണ്ടി കുറച്ച് നേരം ഇവിടെ വെറുതെ ഇരിക്കട്ടെ. ഇന്നലെയൊക്കെ നമ്മൾ അതിൻ്റെ പൊക്കത്ത് കയറിയതല്ലേ. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടി തന്നെ ഇതിങ്ങനൊരു വഴിയുണ്ട്. ഈ ഒരു വഴി അങ്ങനെ നടക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഇൻ്റർനാഷണൽ റൈഡ്, അതായത് ഈ ബൈക്കിൽ റൈഡ് ഇവിടുത്തെ വില്ലേജുകളിലൂടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോസൊക്കെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. എന്തായാലും ഇപ്പം നടക്കാം. ഇവിടെ നടക്കുന്ന നടത്തത്തിൽ ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു വീട് വരുന്നത്. താഴെ ഉണ്ടാവും, മേലത്തെ നിലയിലുണ്ടാവും കേട്ടോ. അങ്ങനെ ഈ മേലേക്ക് പണിയുന്നത് മേ ബി വെള്ളം കയറുന്നതുകൊണ്ടായിരിക്കണം. ഒരു തൂണിൻ്റെ പക്കത്താണ് ഇവിടുത്തെ വീടുകൾ അധികം ഉണ്ടാവാറുള്ളത്. വീടിനോട് ചേർന്ന് തന്നെ ഇതുപോലത്തെ മീൻ കുളങ്ങളുമുണ്ട്. മീനാണ് അധികം ഉള്ളത്. നല്ല ഉളുമ്പ് നാറ്റമുണ്ട്. ഇങ്ങനെ വെച്ച് പിടിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ പാടില്ല, തിരിച്ചു വരാനുള്ള വഴി എനിക്കറിയാൻ പറ്റുമോ എന്നുള്ളത്. എന്തായാലും നടക്കും. അതുകൊണ്ട് ഞങ്ങൾ ഒരു മരത്തടി ഇട്ടേക്കാണ്. അതിൻ്റെ പൊക്കത്തെ കൂടിയൊക്കെയാണ് പാലം വരുന്നത്. നൈസ്. എങ്ങോട്ട് പോകണം ഇവിടുന്ന്? അങ്ങോട്ട് വഴിയുണ്ട്, ഇപ്പുറത്തേക്കുണ്ട്. അവിടെ എല്ലാം വീടുകളുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസമേ കാലാവസ്ഥ വന്നിട്ട് ഇതുണ്ടോ ഒരു ഗ്ലൂമി ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ഇന്നലെ ഞാൻ വന്നതിന് ശേഷം ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മൂടിക്കെട്ടി വെക്കുന്നത് നമ്മളുടെ ഷൂട്ടിങ്ങിനെ സംബന്ധിച്ച് അത്ര നല്ലതല്ലെങ്കിലും നടക്കാൻ സംബന്ധിച്ച് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. വലിയ വെയിൽ ചൂടൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ? ഇതൊക്കെയാണ് ഇവിടുത്തെ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത്. ഭയങ്കര നൈസാണ്. നോക്കി നിങ്ങൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ, വെള്ളം, പച്ചപ്പ്, ദെൻ മല. ഡോറാബുജി കളിക്കുന്ന പോലെ ഉണ്ട്. ഇവിടെ ഓരോ കുളങ്ങളുടെയും വെള്ളം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുണ്ട്. ഇവർക്ക് മറ്റേ ആ ഒരു അടച്ചു വെക്കുന്ന സെറ്റപ്പ് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. നൈസ്. വെറുതെ അങ്ങോട്ട് കുളം കുത്തി വെച്ചേക്കുമല്ല, അതിൻ്റെ വെള്ളം തുറന്നു വിടുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്യലുണ്ട്. വീടുകൾക്കെല്ലാം ഒരേ സ്വഭാവം തന്നെയാണ്. താഴെഭാഗത്ത് ഇതുണ്ട് വണ്ടിയൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം. ഈ പാലത്തെ കൂടി ഇവർ വണ്ടി കയറ്റി കൊണ്ടുവരുമോ പോലും. അത് കൂടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേലെയാണ് താമസത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ. താഴെ അടുക്കളയും വരും കേട്ടോ. പിന്നെ ഒരു കുളം, മീൻകുളം. ആ ഭാഗത്തുള്ള വീടില്ലേ, അത് പൂർണ്ണമായിട്ടും തൂണിന് മുകളിൽ തന്നെയാണ്. പിന്നെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ ആ ഒരു വെള്ളക്കെട്ട് പോലത്തെ ഭാഗങ്ങളൊക്കെ പതുക്കെ നികത്തിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടല്ലോ മണ്ണിട്ട് ഇവിടെയൊക്കെ കരഭൂമി ആക്കുന്നുണ്ട്.
ഇടവഴി കൂടി നടന്നിട്ടേ ഞാനിതാ ഇവിടെ ഒരു റോട്ടിലേക്ക് എത്തി. ഇനിയിപ്പം കുറച്ച് നേരം റോട്ടിൽ കൂടി നടക്കാം. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ദൂരേന്ന് കാണിച്ചു തന്ന ആ ഒരു പ്രതിമകൾ പോലെയുള്ള ആ ഒരു കല്ലുകൾ രൂപാന്തരപ്പെട്ടേക്കുന്ന കാഴ്ച കാണിച്ചു തന്നില്ലായിരുന്നോ? അപ്പോൾ അതിൻ്റെ അടുത്തേക്കാണ് വന്നേക്കുന്നത്. നോക്കി, ഇവിടെ എത്തുമ്പോഴാണ് അതിന് എത്രമാത്രം ഹൈറ്റ് ഉണ്ടെന്നുള്ളത് തിരിയുന്നത് കേട്ടോ. ഓ എൻ്റെ പൊന്നോ, എല്ലാം ഓരോ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഫീലാണ് ഇവിടെ നിന്ന് ദൂരെ നിന്ന് കാണുമ്പോഴേ. ഇവരെ കൃഷി ചെയ്യാത്ത ഭാഗത്ത് എന്തോ ഒരു ടൈപ്പ് പുല്ലിങ്ങനെ വളർന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു പൂവും കൂടിയുണ്ട് കേട്ടോ. അതാണ് മെയിനായിട്ടുള്ളത്. ഈ ഒരു പാറയുടെ അടുത്ത് നിന്നുള്ള രൂപം ഇങ്ങനെയാണ്. എനിക്ക് തോന്നി ഇതാ നമ്മളങ്ങ് ദൂരെ കടന്ന ആ മലകളില്ലേ, ആ ഒരു മലകൾ പോലെ തന്നെ പണ്ട് വലിയ തലയെടുപ്പോടെ നിന്നൊരു മല സൂക്ഷിച്ച് ഇങ്ങനെ ആയതായിരിക്കണം കേട്ടോ. ലാവക്കല്ലാണോ അത്? ലാവക്കല്ലാന്ന് തോന്നല്ലോ, ലൈം സ്റ്റോൺസ് ആണോ? ഇവിടെ വീടിനോട് ചേർന്നിട്ട് ആരും മീൻകുളം ഉണ്ടാക്കിയതല്ല. ശരിക്കും ആ ഒരു വെള്ളക്കെട്ടിൻ്റെ സൈഡ് ഭാഗത്ത് വീട് പണിതപ്പോൾ അതിൻ്റെ സൈഡിലൊരു കുളം സ്വാഭാവികമായും ഉണ്ടായി വന്നതാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടെങ്കിൽ തകര ഷീറ്റുകൾ കൊണ്ടാണ് അതിൻ്റെ ഭിത്തിയൊക്കെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഈവൻ ജനൽ വരെ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ചിലവ് കുറവാണ്, അതുകൂടാതെ വെയിറ്റും കുറവാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഈ ഭൂമി കുലുക്കത്തിനൊക്കെ പേര് കേട്ടതാണ്. എന്നാലും അധികം കട്ടിയുള്ള സാധനം വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ നിങ്ങൾ, ആ ഒരു വീടിൻ്റെ സൈഡ് ഭാഗമല്ല വിണ്ട് കയറിയിരിക്കുന്നത്. ഒരു ചെറിയ കുലുക്കം വന്നാൽ മൊത്തം ഇടിഞ്ഞ് വീഴും. ആ ഒരു ഹോം സ്റ്റേ മാത്രമൊന്നുമല്ല കേട്ടോ. അത് ഇവിടെ ഹിൽ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയും ഒരു ഹോം സ്റ്റേ ഉണ്ട്. അത് ഈ ഒരു പ്യുവർലി വെള്ളത്തിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതുണ്ട ഹിൽ ഹൗസ് രമങ്. ഇവിടെ ഉണ്ടല്ലോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട്. അതായത് പാറകളുടെ പാറക്കാട്, സ്റ്റോൺ ഫോറസ്റ്റ്. നമ്മളിപ്പോൾ വരുമ്പോൾ കണ്ട ആ ഒരു കല്ലിൻ്റെ ഫോർമേഷൻ ഇല്ലേ, അത് തന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടി നമുക്ക് പോകാൻ പറ്റും. അത് മരങ്ങൾ പോലെ ഇങ്ങനെ കിടക്കും ആ ഒരു സാധനങ്ങളെ. അപ്പോൾ അത് അറിയപ്പെടുന്നത് സ്റ്റോൺ ഫോറസ്റ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു സ്റ്റോൺ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ഇതുണ്ട, ഇതൊക്കെ സ്റ്റോൺ ഫോറസ്റ്റിൻ്റെ ഭാഗങ്ങളാണ്. പിന്നെ ഈ കല്ലുകളില്ലേ, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട്, അതായത് 40 മില്യൺ വർഷങ്ങൾക്കൊക്കെ മുമ്പ് കടലിൻ്റെ അടിയിലുണ്ടായിരുന്നതാണ് അത്രേ. കോറൽസ് ആണ് എന്ന്. അപ്പം അത് പിന്നീട് ഈ ഭൂമിയിലൊക്കവും മറ്റ് ടെക്ടോണിക് പ്ലേറ്റുകളുടെ മൂവ്മെൻറ്റൊക്കെ കാരണം ഇങ്ങനെ കടലിന് മേലോട്ടേക്ക് പൊങ്ങി വന്നിട്ട് ഈ ഒരു ഭാഗത്ത് നിൽക്കുന്നതാണ്. പിന്നെ മഴ, വെള്ളം, കാറ്റ് ഇതൊക്കെ കൊണ്ട് ഇതുങ്ങളുടെ രൂപം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റോക്കിന് ഈ ഒരു നാട്ടിൽ ലിവിങ് റോക്ക് എന്നുള്ള പേരും കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രൂപം ഇങ്ങനെ വർഷം കഴിയുന്നതിന് മാറുവാണല്ലോ, അതുകൊണ്ട്. ഇതുണ്ട്, ഇവിടെ ഈ ഒരു പോർഷനൊക്കെ ലവ് ചിഹ്നം പോലെ ആയി മാറിയിട്ടുണ്ട് കേട്ടോ, തുളഞ്ഞ്. പിന്നെ ഈ ഒരു കല്ല് നിങ്ങൾ കണ്ടോ, ഈ ഒരു കല്ല് ഏകദേശം താഴെയുള്ള ഒരു പോർഷനായിട്ട് വെട്ടിയിട്ടാണുള്ളത്. കുറച്ചുകൂടി വർഷം കഴിയുമ്പോഴത്തേക്കും ഇത് പൊട്ടി താഴോട്ടേക്ക് വീഴും കേട്ടോ. ഇങ്ങനെയാണ് പല സ്ഥലങ്ങളിലും ഇപ്പം നമ്മൾ ചെറിയ കല്ലുകളായിട്ട് കാണുന്നത്. ഇതിങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഇതിലേ നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പോവാം. ഈ ഒരു മലയടിവാരത്ത് ഇത് കണ്ടെങ്കിൽ ഈ ഒരു പോർഷൻസൊക്കെ ഇപ്പം ആളുകൾ ചെറിയ ഗുഹ പോലെ ആക്കി എടുത്തിട്ട് അവിടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ് കേട്ടോ. പണ്ട് കാലത്ത് മനുഷ്യർ ചെയ്തിരുന്ന കാര്യം തന്നെയാണ് ഇതും. ഞാൻ വീണ്ടും മെയിൻ റോഡിലേക്ക് വന്നു. ഇനിയിപ്പോൾ ഈ റോഡ് വഴി നടക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ, ലക്ഷ്യസ്ഥാനം അങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. വെറുതെ അങ്ങ് നടക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. പറ്റുവാണെങ്കിലേ നമുക്ക് നടന്ന് അങ്ങ് ദൂരമായിട്ടൊരു മല അടിവാരം കാണുന്നുണ്ട്. അടിവാരം വരെ നടക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് കേട്ടോ ഞാൻ മുമ്പോട്ട് വെച്ച് പിടിക്കുന്നത്. ഈ വെള്ളക്കെട്ടിലൊക്കെ ഉണ്ടല്ലോ, ഇത് പായലാണ്. ഇഷ്ടം പോലെ മീനുകൾ പരപരാ ഓടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഈ ഒരു സ്ഥലത്ത് വലിയ വന്യജീവികളൊന്നുമില്ല. പ്രധാനമായിട്ടും ഉപദ്രവകാരിയായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈതനാണ്. നമ്മുടെ പെരുമ്പാമ്പില്ലേ, പെരുമ്പാമ്പ്. ഈ പെരുമ്പാമ്പ് മനുഷ്യന്മാരെയൊക്കെ തിന്നും പോലും. അതായത് നടക്കുന്ന മനുഷ്യനെ ഓടി വന്ന് തിന്നുമല്ല, ഈ കിടന്നുറങ്ങുന്ന ആളുകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ആളുകളൊക്കെ, ഈ പണിക്കൊക്കെ പോയിട്ട് റെസ്റ്റ് ചെയ്യുന്ന ആളുകളെ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ പെരുമ്പാമ്പ് കഴിച്ചിട്ടുള്ള സംഭവങ്ങൾ ഇവിടെയുണ്ട്. ഈവൻ ഒരു 1 ഇയർ മുമ്പ് വരെ അങ്ങനെ ഒരു അപകടം നടന്നതിൻ്റെ ആ ഒരു വിഷ്വൽ കാര്യങ്ങൾ എന്നെ അവിടെ നിന്ന് നസ്രൽ കാണിച്ചു തന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഈ പെരുമ്പാമ്പ് മനുഷ്യനെയും തിന്നുമെന്ന് മനസ്സിലായത്. ഇങ്ങനെ നടക്കുന്ന നടത്തത്തിൽ ഇതെല്ലാം ചെറിയ കഫേയാണ് കേട്ടോ. വീട് തന്നെ, വീടിൻ്റെ താഴെ ചെറിയ ഈ കോഫിയുടെ ഇതൊക്കെ ആക്കിയിട്ട് ഹലോ അവർ രണ്ടുപേരും വർത്തമാനം പറഞ്ഞ് അപ്പാ കബർ ഓക്കെ. ഞാൻ നടക്കുന്നതിന് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കാൻ നേരപ്പം നടക്കാൻ പോവുകയാണെന്നുള്ളത് മനസ്സിലാവും കേട്ടോ. അവരങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇന്തോനേഷ്യക്കാരെ സംബന്ധിച്ച് രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇവർ അങ്ങനെ വലിയ കുറേ സമ്പാദിക്കണം,
എന്തൊക്കെയോ ചെയ്യണം അങ്ങനെയുള്ള ആളുകളൊന്നുമല്ല. ഭയങ്കര ശാന്തസമാധാനക്കാരായിട്ടുള്ളവരാണ്, പ്രത്യേകിച്ച് ഈ ഐലൻഡ് ഏരിയയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്കുണ്ടല്ലോ ഒരു സിഗരറ്റ്, ഒരു കോഫി, പിന്നെ ഇരിക്കാൻ 2 കസേരം കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. 2 പേര് ഇരുന്ന് ലോകാവസാനം വരെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ സാധനം കണ്ടിന്യൂസ് കിട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടുകാരുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇങ്ങനെ സൈക്കിളുമായിട്ട് വരുന്നതുണ്ടോ ടൂറിസ്റ്റുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവരിങ്ങനെ സൈക്കിളൊക്കെ ഓടിച്ച് ഇതിലെ ചുറ്റിക്കറങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നൈസല്ലേ. അങ്ങ് ദൂരമായിട്ടൊരു ചേട്ടൻ മീൻ പിടിച്ച് വലയിട്ട് മീൻ പിടിക്കുന്നുണ്ട്. മീൻ കിട്ടിയോ എന്തോ, ഇല്ലയെന്ന് തോന്നുന്നു. അടുത്ത സ്ഥലത്ത് ഇടാൻ വേണ്ടി പോകുന്നുണ്ട്. ഇവിടെ കണ്ടോ നമ്മൾ ചെറുമീൻ എന്നൊക്കെ പറയുന്ന ടൈപ്പ് മീനൊക്കെ ഭയങ്കര ക്ലിയർ. വെള്ളം നല്ല ക്ലിയർ ആയതുകൊണ്ട് അങ്ങനെ പൊങ്ങി കിടക്കുന്നതാണ്. ഇതുങ്ങളൊക്കെ നോക്കിയിട്ട് ചൂണ്ടിടാൻ പറ്റില്ല ദൈവമേ. ഈ കാണുന്നതേ ഇതൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ. അത്യാവശ്യം കുറച്ചും കൂടി ലക്ഷൂറിയസ് ആയിട്ട് ഇവർ പണിതേക്കുന്നതാണ്. ഇതുണ്ട് നമ്മളുടെ ഒരു ഫ്രെയിമൊക്കെ ഇല്ലേ, ആ ഒരു ഫ്രെയിമൊക്കെ വെച്ചിട്ടുള്ള സെറ്റപ്പ്. നല്ല റേറ്റ് ഉണ്ടാവും. ശരിക്കും ഉണ്ടല്ലോ ഇങ്ങനെ നടന്നു പോയി കാഴ്ചകൾ കാണുന്നതിൻ്റെ ഒരു സുഖമേ അത് നമുക്കൊരിക്കലും ഈ ഒരു ബൈക്കിൽ സ്കൂട്ടിയിലൊന്നും പോയിട്ടുണ്ടെങ്കിൽ കിട്ടൂല കേട്ടോ. നടക്കുന്നതിൻ്റെ രസം അതൊന്ന് വേറെ തന്നെയാണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാഴ്ചകൾ കാണാൻ പറ്റുക ഇങ്ങനെ നടക്കുമ്പോഴാണ്. ഹലോ, ഇവിടുത്തെ പിള്ളേർ ഓടിച്ച് പോകുന്ന ഇലക്ട്രിക്കൽ സ്കൂട്ടർ ഉണ്ടോ, അതിതാണ്. ഇനി ഇവിടെ ലൈസൻസ് ഒന്നും വേണ്ട, ആർക്കും കുഞ്ഞു പിള്ളേർ വരെ എടുത്തിട്ട് പോകുന്ന കാണാം. എനിക്ക് പിന്നെയുണ്ടല്ലോ ഇത്ര ഈസി ആയിട്ട് നടക്കാൻ പറ്റുന്ന എൻ്റെ ലഗേജ് ഞാൻ അവിടെ ഒരു വീട്ടിൽ വെച്ച് വന്നതുകൊണ്ടാണ്. ലഗേജ് എടുത്ത് നടക്കൽ കുറച്ച് ഹെക്റ്റിക്കാണ്. എന്നാ രസമാണ് നോക്കി നിങ്ങൾ. ഈ ഒരു ഫ്രെയിമൊക്കെ നമുക്ക് റോട്ടിൽ കൂടി പോയാൽ കിട്ടുമോ? ഇവിടെ മാത്രമല്ലേ കിട്ടത്തുള്ളൂ. നടക്കുന്നതിനും ഉണ്ടല്ലോ ഈ മലയെ ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുക. ദൈവമേ, ഇതെന്നെ നടത്തിച്ചൊരു വഴിയാക്കും. വീണ്ടും ഞാൻ ജനവാസമുള്ളൊരു മേഖലയിലോട്ട് വന്നു. ഇവിടെ കുറച്ച് കടകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ചെറിയ പലചരക്ക് കടകളും മറ്റുമൊക്കെ ഉള്ളത്. നൈസല്ലേ. ഹലോ അപ്പാ കബർ. നമ്മൾ നടന്നേ ഇവിടെ ഒരു ബ്രിഡ്ജിൻ്റെ ഇങ്ങോട്ടേക്ക് എത്തി. ഇവിടെ ഉണ്ടല്ലോ ആക്ച്വലി ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോകണമെന്ന് വിചാരിച്ച ഒരു സ്ഥലത്തേക്കാണ് കറക്റ്റ് ഞാൻ നടന്ന് എത്തിയേക്കുന്നത്. ഇതുണ്ടെങ്കിൽ ഇതുപോലുള്ള ബോട്ടുകളിൽ നമുക്ക് ഈ ഒരു മലയുടെ അടിവാരത്തേക്ക് ഇങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു സ്ഥലമാണ്. ഞാൻ വിചാരിച്ചത് കുറേ ദൂരം ഉണ്ടെന്ന് കേട്ടോ. അതുകൊണ്ട് ഞാൻ ബൈക്കൊക്കെ എടുത്ത് പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നടന്ന് അവസാനം ഞാൻ ഇവിടെയൊക്കെ വന്നെത്തിയേക്കുന്നത്. ശരിക്കും നമ്മളുടെ ജുറാസിക് പാർക്ക് സിനിമയിലൊക്കെ അവരിങ്ങനെ പോകുന്നില്ലേ ഇതുപോലുള്ള മരങ്ങൾക്കിടയിലൂടെ, അതേപോലത്തെ പരിപാടി തന്നെയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ഈ ചെറിയ ബോട്ടിൽ നമുക്ക് പോവാം. ഞാൻ ഇപ്പോൾ ഏതായാലും പോകുന്നില്ല, വീണ്ടും മുമ്പോട്ടേക്ക് മലയടിവാരം വരെ എത്തുമെന്നുള്ളത് നോക്കാം. ആ ഒരു ഗ്രാമങ്ങളിലേക്ക് നടക്കുവാണ് കേട്ടോ. പിന്നെ ഇത് അത്യാവശ്യം കുറച്ച് കാശികളുള്ള പരിപാടിയാണ്. 2-2.5 ലക്ഷം രൂപ വേണം ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട്. പണ്ട് കാലങ്ങളിൽ ഇവിടുത്തെ വീടുകൾ ഇങ്ങനെ ഓല മെഞ്ഞതായിരിക്കണം. അതിന് ശേഷം പിന്നെ ടിൻ ഷീറ്റുകൾ വന്നതിന് ശേഷം ടിൻ ഷീറ്റ് എടുത്തിട്ടായിരിക്കണേ. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കണ്ടോ, എഴുതി വെച്ചേക്കും നിങ്ങൾ. ഇതൊക്കെ ഇവിടെ കാണാനുള്ളതാണ്. ഫയർ ഫ്ലൈസിൻ്റെ കേവ് ഉണ്ട് അവിടെ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാമല്ലോ. ഗ്രാൻഡായിട്ടുള്ള കോൺക്രീറ്റ് വഴി ഇവിടെ അവസാനിച്ചു കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ചെറിയ വഴിയാണ് വരുന്നത്. വഴി ചെറുതായാലും കുഴപ്പമില്ല, മുന്നോട്ട് തന്നെ. പെരുമ്പാമ്പ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇവിടെ ഒരു മരത്തിൻ്റെ ബ്രിഡ്ജ്, നമ്മൾ ആ ഒരു തോണി പോകുന്ന പുഴ കണ്ടില്ലായിരുന്നോ, ആ ഒരു പുഴയ്ക്ക് കുറുകെ, അതുപോലുള്ളൊരു പുഴയ്ക്ക് കുറുകെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല വെള്ളമാണല്ലോ നോക്കി നിങ്ങൾ. അത്യാവശ്യം നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇത് ഈ ഒരു മലേൻ്റെ അടിവാരത്ത് നിന്ന് ഇതൊരു മലയാണ്, അതിൻ്റെ അടിയിൽ കൂടിയാണ് കേട്ടോ ഈ ഒരു പുഴ ഒഴുകി വരുന്നത്. ആഹാ കൊള്ളാലോ. ഇവിടെയെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട പോലത്തെയുള്ള ഇതുണ്ടോ കേവുകൾ തന്നെയാണ് കേട്ടോ. അവിടെ ഇങ്ങനെ മതിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ പശുക്കളൊക്കെ വന്ന് കിടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത്. ഇനി ഈ ഗുഹയാണോ ഫയർ ഫ്ലൈസ് കേവ് എന്ന് ഇവർ ഉദ്ദേശിച്ചത് പോലും. അങ്ങ് മേലെയുള്ള വലിയ ഗുഹയാണ്, അള്ളിക്കാട്. ഇതിൻ്റെ തൊട്ട് നമ്മുടെ തലയുടെ മേലെയും ഈ ഒരു മലയുടെ പോർഷനാണ് കേട്ടോ കിടക്കുന്നത്. ഇവിടെയും 1-2 വീടുകളുണ്ട് കേട്ടോ. ഇത് അങ്ങ് അവിടെയായിട്ട് കണ്ടത്തിലൊരു ചേട്ടൻ കണ്ടം പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒച്ചയാണ് കേട്ടോ നമ്മൾ ഈ കേട്ടോണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെ കണ്ടങ്ങൾ ഒരു കുഞ്ഞു വീട് കണ്ടത്തിൻ്റെ നടുക്ക്. നൈസല്ലേ. സമാധാനപരമായിട്ടുള്ള ജീവിതമാണ് അവരൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്ത എന്നാൽ സുന്ദരമായിട്ടുള്ള ഗ്രാമങ്ങളുടെ ഉൾവഴികളിലൂടെ ഇതുപോലെ നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്, ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ, അത് തുടരാനാണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ,
ഈ ഒരു ഗുഹേൻ്റെ ഉള്ളിലേക്ക് സ്വിമ്മിംഗ് പൂൾ കയറി കിടക്കുവാണ് കേട്ടോ. സ്വിമ്മിംഗ് പൂള് പോലെ. എന്നിട്ട് ആ ഒരു ഗുഹയുടെ ആ ഒരു ഭാഗം കണ്ട ആ ഒരു പോർഷനിലേക്ക് വരെ ലൈറ്റ് വരുന്നുണ്ട്. ഈ ഗുഹയുടെ അപ്പുറത്തെ സൈഡിൽ ആ ഒരു ഭാഗത്ത് എവിടെയോ ഓപ്പണിംഗ് ഉണ്ട്, അതിലേ വരുന്ന ലൈറ്റാണ് കേട്ടോ. നൈസ്. മഴ പെയ്തുകൊണ്ടാണ് ഇങ്ങനെ കലങ്ങിയിട്ടുള്ളത്. നോർമലി ഇത് ഭയങ്കര ക്ലിയർ ആയിരിക്കും കേട്ടോ, നല്ല ബ്ലൂയിഷ് കളറിലായിരിക്കും ഈ ഒരു വെള്ളം ഇങ്ങനെ കിടക്കുന്നത്. പക്ഷേങ്കിലേ നമ്മളുടെ ഫയർഫ്ലൈസ് കേവ് ഇതൊന്നുമല്ല, കാരണം വീണ്ടും ആരോമാർക്ക് അങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ ആഗ്രഹം പോലെ തന്നെ ആ ഒരു കൂറ്റൻ മലയുടെ അടിവാരത്തേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ വന്നെത്തിയേക്കുന്നത്. നമ്മൾ താമസിക്കുന്ന ആ ഒരു വീടില്ലേ, അവിടെ നിന്നും ഒരുപാടധികം ദൂരം നമ്മൾ ഇങ്ങോട്ട് വന്നു കേട്ടോ നടന്നിട്ട്. ഇപ്പം ആൾതാമസമൊന്നും ഇല്ലാത്ത ഒറ്റപ്പെട്ട ഒരു മേഖലയിലാണ് നമ്മളുള്ളത്. ഇതിപ്പോൾ ഉണ്ടല്ലോ നമ്മളൊരു ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് കേട്ടോ വന്ന് കയറിയേക്കുന്നത്. ഫൈനലി നമ്മളൊരു പടുകൂറ്റൻ ഗുഹയാണെന്ന് വെച്ചാൽ ഗുഹയല്ല, മലയുടെ അടിവാരമാണ്. മലയുടെ അടിവാരത്ത് ഇത് അങ്ങനെ ഒരു ഓപ്പണിംഗ് അവിടെ കാണുന്നുണ്ട്. ആ ഒരു ഓപ്പണിംഗ് വഴി നമുക്ക് കടന്നു പോകാമെന്ന് തോന്നുന്നു കേട്ടോ. യെസ്, കടന്നു പോകാം. പോകാൻ പറ്റുമോ? യെസ്. നോക്കി ഞങ്ങൾ മല തുരന്ന് ചിലപ്പോൾ മനുഷ്യന്മാർ തന്നെ തുറന്നതായിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു വഴി ഉണ്ടായിരുന്നതായിരിക്കും, അത് പിന്നെ വലിപ്പമാക്കിയതായിരിക്കും. എന്തായാലും നൈസായിട്ടുണ്ട്. പണ്ട് കടലിനടിയിൽ കടന്ന സാധനമാണിത്, കോറൽസ്. ഇത്രമാത്രം കോറൽസിന് കട്ടിയും വലിപ്പവും ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് കേട്ടോ ഞാനും മനസ്സിലാക്കുന്നത്. ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ആശ്ചര്യചിഹ്നമൊക്കെ ഉണ്ട്, ദൈവത്തിനറിയാം. എന്തായാലും നമ്മളുടെ ഗോദ്രേജിൻ്റെ ഗേറ്റ് നമ്മൾ ഇങ്ങനെ തുറന്ന്, ഇത് പശുക്കൾ കയറാണ്ടിരിക്കാനായിരിക്കും ഇങ്ങനെ ഗേറ്റ് ഉണ്ടാക്കിയിടുന്നത്. ആ ഗേറ്റ് നമ്മൾ ഇങ്ങനെ അടച്ചിട്ട് വീണ്ടും തിരിച്ച് ഇതുവഴി പോവാം. തേക്കാണല്ലോ ദൈവം ഈ കാട്ടിൽ നിറച്ച്. ഇതെല്ലാം തേക്കാണ് കേട്ടോ. ഇവിടെ പവിഴപ്പുറ്റുകളുടെ നല്ല സ്വഭാവമുള്ള കല്ലുകൾ നമുക്ക് കണ്ടു തുടങ്ങിയേ. പാറയിലൊക്കെ എന്തൊക്കെയോ തുളയൊക്കെ കാണുന്നുണ്ട്. മേ ബി പാമ്പിൻ്റെ കേന്ദ്രമാകും. ദൈവമേ, നേരെ ഞാനൊരു ശവപ്പറമ്പിലോട്ടാണല്ലോ എത്തിയത്. എന്താ പക്ഷേ ഇങ്ങനെയും വഴി കിടപ്പുണ്ട്, ഈ വഴി പോകാം. ശവപ്പറമ്പല്ല നമ്മുടെ ലക്ഷ്യം. നട്ടുച്ച ആയതുകൊണ്ട് പ്രേതങ്ങളൊന്നും ഇറങ്ങൂലായിരിക്കും. വെയിൽ തലയുടെ മേലെ എത്തിയിട്ടുണ്ട്. വേറെ മനുഷ്യന്മാരൊന്നും കാണുന്നില്ല. ഇവിടെ ഈ ഒരു ചാലിലായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ അലങ്കാര ചെടിയായിട്ട് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ചേമ്പ് കണ്ട നിങ്ങൾ, നല്ല കറുത്ത തണ്ടൊക്കെ ആയിട്ടുള്ള നല്ല സുന്ദരമായിട്ടുള്ള ഇലകളൊക്കെ ആയിട്ടുള്ള ചേമ്പ്. നൈസ്. ഇതൊന്നും ആരും നാട്ടിലോട്ട് കൊണ്ടുവന്നിട്ടില്ലേ പോലും. അപ്പം ഇന്ന് നാട്ടുകാരായിട്ടുള്ള ആളുകളെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടക്കുന്നത് ഇവിടെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ. കുറേ ഉണ്ട് ശവകുടീരങ്ങൾ. എല്ലാത്തിൻ്റെ മേലെ ഒരു ചെമ്പകം നട്ടിട്ടുണ്ട്. ഇതിനൊരു അവസാനം കാണുന്നില്ലല്ലോ ദൈവമേ. പക്ഷേങ്കിലേ ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. അത് ഞങ്ങൾ ഒരു ആൾതാമസമുള്ള ഏരിയയിലേക്ക് എത്തി. ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഈ ശവപ്പറമ്പിനോട് ചേർന്ന് തന്നെ വീട് സാധാരണ വളരെ കോമൺ. ദൈവമേ, നമ്മുടെ എന്നാലും ഫയർഫ്ലൈസ് കേവ് ഇവിടെ പോയി എന്തോ. വണ്ടിയും ഒക്കെ കാണുന്നുണ്ട്, പക്ഷേ ആൾക്കാരെ ഒന്നും കാണുന്നില്ലേ. ഇവിടെ ആ ഒരു ബോർഡും ഇല്ല. ഗോ കിലാങ്കുലാങ് ഫയർഫ്ലൈസ് കേവ്. യെസ്, ഇവിടെ ഇതെങ്ങനെ ആരമാർക്ക് വെച്ചിട്ടുണ്ട്. ഇതുവഴിയാണോ അതോ അതുവഴിയാണോ? പശുവാണ് എന്നെ എത്തി നോക്കുന്നുണ്ട്. ഇതിനോട് ചോദിക്കാനും പറ്റത്തില്ലല്ലോ. ബോർഡ് ഇത് അവിടെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ആരോമാർക്ക് കാണിക്കുന്നത്. അത് ആ വീട്ടിലോട്ടുള്ള വഴിയാണെന്ന് തോന്നുന്നു. പിന്നെയുള്ള വലത്തോട്ടുള്ള വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പശുക്കൾ മുടക്കി നിൽക്കുന്ന ഈ ഒരു വഴിയാണ്. പശുമ്പോ ഞാൻ അപ്പുറത്തോട്ട് പൊക്കോട്ടെ. അങ്ങനെ ബുംബിളസു എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ആളെ പാവമാണ്. രക്ഷോട്ട് ഒന്നും ചെയ്തില്ല. കുരിശ് പോലെ ഞാൻ എൻ്റെ ഫോണിങ്ങനെ ക്ലോസിന് വെച്ചേക്കുമായിരുന്നു. ഇനി പശു തന്നെയാണെന്ന് പറയാൻ പറ്റുമല്ലോ, ഇത് ശവപ്പറമ്പാണല്ലോ. ഏത് ഇങ്ങനെയൊക്കെ ഫാൻറ്റസി ചിന്തിച്ചിട്ടേ പോകുന്നത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. നടക്കാം. അത് അവിടുന്ന് കുറച്ച് പിള്ളേരൊക്കെ ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട് കേട്ടോ. ഉണ്ടോ? നൈസ്. അവരോട് എന്തെങ്കിലും ചോദിക്കാം. ഹലോ, ഫയർഫ്ലൈസ് കേവ്, ദിസ് റൂട്ട്. താങ്ക് യു. ഇത് തന്നെ റൂട്ട്. പിള്ളേർ സ്കൂളിൽ പോകുന്നുണ്ട്. സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അറിയാം. കണ്ട, ഇത് ചതുപ്പ് നിലം തന്നെയാണ്. പക്ഷേ ചതുപ്പ് നിലത്തിൽ തൂണിൻ്റെ മേലെ വീടുകളുണ്ട് കേട്ടോ. ഇതങ്ങ് ആ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് വീട്. പിന്നെ ഓല പോലെയുള്ള ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ ഓല മേലോട്ട് വളർന്ന പോലെ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് റോഡിനൊന്നും വഴിക്കൊന്നും വലിയ വ്യക്തതയും കൃത്യതയൊന്നും ഇല്ല കേട്ടോ. ആളുകൾ നടത്തം കുറഞ്ഞിട്ടായിരിക്കും എന്ന് തോന്നുന്നു. ഇതിവിടെയൊക്കെ അടുത്ത കേവ് കണ്ടിട്ടുണ്ട്. എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വേസ്റ്റ് കൊണ്ടിട്ടേക്കുന്നതാണോ ദൈവമേ? ആണെന്ന് തോന്നല്ലോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കേവ് ഏരിയ തുടങ്ങുകയാണ് കേട്ടോ.
നൂറ്റാണ്ടുകൾ കൊണ്ടോ അല്ല മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് ഫോം ചെയ്ത് വന്നേക്കുന്നതാണ് ഇങ്ങനെയൊക്കെ. എനിക്കുണ്ടല്ലോ നിങ്ങളോടൊരു സത്യം പറയാനുണ്ട്. ഇത് തന്നെയാണോ ഫയർഫ്ലൈസ് കേവ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉറപ്പില്ല കേട്ടോ. വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സാധനം നമ്മൾ വരുന്ന വഴിക്കൊരു ബോർഡ് കണ്ടതല്ലേ, അന്നേരം അങ്ങനെ കയറി വന്നതാണല്ലോ. ഇവിടെയാണെങ്കിൽ കുറച്ചധികം ഫയർഫ്ലൈസിനെ കാണുന്നുണ്ട്. നമ്മുടെ ഈ തുമ്പീനെയല്ലേ ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയുന്നത് തുമ്പീനെ തന്നെയല്ലേ ഫയർഫ്ലൈ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കുറേ അധികം തുമ്പികളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് തന്നെയാണോ എന്ന് ചോദിക്കാനായിട്ട് ഈ ചുറ്റുവട്ടത്ത് ഒരു പശുവിനെ പോലും കാണാനില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു രസമെന്ന് പറയുന്നത്. ഇവിടെയും ഇതുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ പക്ഷേ ഈ കണ്ടം വഴി ഇറങ്ങി പോകേണ്ടി വരും. ഇതുണ്ട് ഇവിടെ എല്ലാം ഫുള്ള് ചെളി വെള്ളമാണ്. അങ്ങോട്ട് നമുക്ക് പോക്ക് നടക്കില്ല. അവിടെ എന്തൊരു മോട്ടർ എന്തോ സ്റ്റാർട്ടാക്കിയില്ല, അതിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട് അവിടെ നിന്ന്. തൽക്കാലം നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കൂടി ഒന്ന് പോയി നോക്കാം. ആളുകൾ ചവിട്ടി നടന്നതിൻ്റെ പാട് കാണാനുണ്ട്. രക്ഷയില്ലേ, ഇവിടെ മുഴുവൻ ഇതാ ഇതുപോലുള്ള കാടാണ്. ഈ കാടിൻ്റെ അപ്പുറത്തേക്ക് പോകലും നടക്കില്ല. മല നമ്മളെ കുടുക്കി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വഴിയെ തിരിഞ്ഞു പോകാം അല്ലേ, അല്ലാതെ ഇവിടെ ഒറ്റപ്പെട്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ. നടന്നേ ഞാൻ വീണ്ടും ആ ഒരു ശവപ്പറമ്പിൻ്റെ അങ്ങോട്ടേക്ക് എത്തി. ഇത്രയും സമാധാനപരമായിട്ട് വിശ്രമിക്കാനിരിക്കാൻ പറ്റുന്ന വേറെ സ്ഥലമില്ല കേട്ടോ. ഒരു ഉപദ്രവവും ഇല്ലാതെ ശാന്തിയും സമാധാനമുള്ള ഏരിയ. കുറച്ച് നേരം ഞാനിവിടെ ഇരുന്ന് കുറച്ച് കാറ്റൊക്കെ കൊള്ളട്ടെ, ഇവരോടൊക്കെ കുറച്ച് വർത്താനമൊക്കെ പറയട്ടെ. അതിന് ശേഷം വീണ്ടും നടക്കാം. ഒരു കുപ്പി വെള്ളം പോലും കയ്യിലില്ലാതെ ഞാൻ നടക്കാറിങ്ങിയത്. ഏതായാലും വീട്ടിൽ കയറി ചെന്നാലോ, ഇച്ചിരി ചായ തരുമെന്ന് വെച്ചിട്ട് ഏത് ഭാഷയെ ചോദിക്കുമെന്നുള്ളതാണ് വിഷയം. എനിക്കിവിടെ ഒരാളെ കൂട്ടിന് കിട്ടി കേട്ടോ. പൂച്ച തന്നെയാണോ നീ? എന്തൊരു സ്നേഹമുള്ള ആളാണ്. കുറച്ച് നേരം എൻ്റെ മടിയിൽ കയറിയല്ലോ. എൻ്റെ തിന്നാനൊന്നുമില്ല കേട്ടോ. വരുന്നതൊക്കെ ഓക്കെ, എൻ്റെ കയ്യിൽ തിന്നാനൊന്നുമില്ല. അത് വേറെ കാര്യം, അതൊന്നും പ്രതീക്ഷിക്കരുത്. സ്നേഹം മാത്രമേ ഞാൻ തരത്തുള്ളൂ. എൻ്റെ ക്യാപ്ഷൻ തന്നെ സ്നേഹം മാത്രം എന്നാണ് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ ആ ഒരു ശവക്കല്ലറയുടെയൊക്കെ മേലോട്ട് ഒരു മരം മറിഞ്ഞു വീണ്. അപ്പോൾ മരം മുറിക്കാൻ വന്നൊരു ചേട്ടനെ കണ്ടു. പുള്ളിക്കാരൻ ഇപ്പോൾ പണിക്ക് വന്നതാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഇതിൻ്റെ സൈഡിൽ കൂടിയുള്ള ഈ ഒരു വഴി പോയിട്ടുണ്ടെങ്കിലാണ് ആ ഗുഹയിലേക്ക് എത്തുക എന്നുള്ളത്. കുനാങ് അങ്ങനെ എന്തൊരു പേരാണ്. പുള്ളി അത് തന്നെയാണ് പറഞ്ഞതെന്ന് ഞാൻ ഊഹിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ പൂച്ച അത് കൺഫേം ചെയ്യുകയും ചെയ്തു അല്ലേ. മ്യാവ് എന്ന് പറഞ്ഞു. മ്യാവ് എന്ന് പറഞ്ഞാൽ യെസ് എന്നാണ്, മ്യാവ് എന്ന് പറഞ്ഞാൽ നോ എന്നുമുണ്ട്, മ്യാവ് എന്ന് പറഞ്ഞാൽ സുഖമാണെന്നുണ്ട്. ഈ പൂച്ചയുടെയൊക്കെ ഒരു കാര്യം ഏത് രാജ്യത്ത് ചെന്നാലും അതിന് ഭാഷയ്ക്കൊരു പ്രശ്നമില്ല, മ്യാവ് മാത്രം മതി. കേവിലേക്കുള്ള കുനാങ് അങ്ങനെയാണ് കേട്ടോ കേവിൻ്റെ പേര്. ഭയങ്കര സിമ്പിളാണ്. വഴി പക്ഷെ കണ്ടവൾ അയ്യോ ദൈവമേ, ഞാനിന്ന് ചെളിയെ കുളിച്ച് തിരിച്ചു പോകേണ്ടി വരും. ഇച്ചിരി റിസ്ക് എടുക്കാം. റിസ്ക് എടുത്താലേ റിസ്ക് തിന്നാൻ സാധിക്കുമെന്നാണ് പണ്ട് വിജയ് പറഞ്ഞത്. ഇവിടെ മുഴുവൻ ഈ പശുക്കൾ ചവിട്ടി ചെളിയാക്കിയതാണേ, അതാണ് പറ്റിയത്. ഇല്ലെങ്കിൽ റോഡ് പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇന്നലത്തെ മഴയും കൂടി അതിനൊരു കാരണമായി. ഇവിടെയും വീടുണ്ട് കേട്ടോ. എന്നാൽ വീട്ടുകാർക്ക് ഈ വഴി കുറച്ചും കൂടി നന്നാക്കി ഇട്ടൂടെ. അതുകൊണ്ട് നല്ല നൈസ്, കാണാൻ നല്ല ഭംഗിയുള്ളൊരു വീട്. വാവ്, ബ്യൂട്ടിഫുൾ. അപ്പാ കബർ ഓക്കെ, ഹായ്. ഇവിടെ 2 വീട്ടുകാരൊക്കെ ഉണ്ട്, അവർ കൺഫേം ചെയ്ത് കേട്ടോ. ഇന്ത്യ ടൂറിസ്റ്റ് യൂട്യൂബർ യാ നൈസ്. ചാന്ദിക് വീട് ഭംഗിയുള്ളതാണെന്നാണ് പറഞ്ഞത്. പശുവിനോടൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ട് പശു ഇങ്ങോട്ട് എത്തി നോക്കുന്നുണ്ട് കേട്ടോ. ഇതുങ്ങളൊന്നും കെട്ടിയിട്ടില്ല, എല്ലാത്തിനും അഴിച്ചു വിട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതുങ്ങൾ എല്ലായിടത്തോട്ടും കയറുന്നത്. ഗുനും അങ്ങോട്ടേക്ക്. പശുക്കൾ എന്നെ ഇങ്ങനെ രൂക്ഷമായി നോക്കുന്നുണ്ട്. ഞാനൊന്നും ചെയ്യില്ല, ഞാൻ പാവാണ്. പശുക്കളും പാവാന്ന് തോന്നുന്നു. പണ്ടേ എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഈ സ്കൂളിലൊക്കെ പോകുന്ന സമയത്തും അടുത്ത വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് പേടിയുണ്ടായിരുന്നൊരു സാധനമാണ് ഈ പശുക്കൾ കേട്ടോ. അത് ചില വൃത്തിയായിട്ട പശുക്കളുണ്ട്, ഈ പിള്ളേരെ കാണുമ്പോൾ കുത്താൻ വരുന്ന പശുക്കൾ. അങ്ങനത്തെ ഉള്ള പശുക്കളൊക്കെ ഉണ്ട്, പേടിയായതാണ്. യെസ്, കുനും അതാ അവിടെ പശുക്കളൊരു ഓട്ടം ഓടി. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്ത് ചാടിയതാണ്. കാലം സ്ലിപ്പായി. ആ ഒച്ച കേട്ടിട്ട് പശുക്കൾ ഓടിപ്പോയതാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പാവല്ലേ. ഇവിടെ ഇന്തോനേഷ്യൻ ഭാഷയിൽ ഈ ഒരു ഗുഹയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവർ ഗുഹയ്ക്ക് ഗുവ എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. ഏകദേശം സെയിം തന്നെ, കുനാങ്. ഇനിയിപ്പോൾ നമുക്ക് ഗുഹയിലേക്ക് കയറാം. ഒരു ചേട്ടനും കൂടി അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പുള്ളി അതിൻ്റെ എന്തെങ്കിലും ആണോ അറിഞ്ഞൂടാ, പോയി നോക്കാം. ഇതും ശരിക്കും കോറൽ ഫോർമേഷൻ തന്നെയാണ് കേട്ടോ. ഇതുണ്ട് അതിൻ്റെ ഉള്ളിൽ ആയേക്കുന്ന ഒരു ഗുഹ. ഈ ഗുഹ വെറും ഗുഹ മാത്രമല്ല, കുറച്ച് തട്ടുകളായിട്ടുണ്ട് കണ്ടോ. മേലോട്ടൊക്കെ കയറിപ്പോകാൻ വഴികളൊക്കെ കാണുന്നുണ്ട്. ഇതിൻ്റെ ഈ സൈഡ് വരെ ഉണ്ടല്ലോ, പണ്ടൊക്കെ തോണി വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. കാരണം പണ്ട് വന്ന് കിടക്കുന്നൊരു തോണി ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്.
വേറെ സൈഡിൽ കൂടി കുഞ്ഞു ബോട്ടിന് വരാനുള്ള ഒരു വഴിയും കാണുന്നുണ്ട് കേട്ടോ. സുധി, യെസ്. മലയാളി, യെസ്. ഓക്കെ. ഐ ആം മേക്കിംഗ് വീഡിയോസ്, യൂട്യൂബർ. ഓക്കെ. ഇതിൻ്റെ അകത്ത് ഉള്ളിൽ കയറണമെങ്കിൽ ഒരാൾക്കുണ്ടല്ലോ 20,000 രൂപ വേണേ. ഇതുവഴി കയറിയിട്ട് നമുക്ക് ഹെഡ്ലൈറ്റ് വേണം, ടോർച്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ ടോർച്ച് അടിച്ചിട്ട് നമുക്ക് കയറാൻ പറ്റുള്ളൂ. ഇവർ ഏണി കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഒന്നൊന്നുമില്ല കേട്ടോ, കുറച്ചധികം ഭാഗങ്ങൾ ഉള്ളിലോട്ട് കയറി പോകാനുണ്ട് ഈ മലയുടെ മേലേക്ക്. എന്തായാലും ഞാൻ ഇതുവരെ വന്നിട്ടും അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും പോകാൻ വേണ്ടി പോവാണ്. താങ്ക് യു. തിരുമക്കസേ. അകത്തോട്ട് ആളുകളിങ്ങനെ അതിക്രമിച്ചൊന്നും കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബാമ്പു കൊണ്ട് ചെറിയൊരു ഇതൊക്കെ ആക്കിയിട്ടുണ്ട്. അതിങ്ങനെ പൂട്ടുകൊണ്ടൊക്കെ പൂട്ടി വെച്ചിട്ടുണ്ട്. ശരി, നമ്മളിപ്പോൾ കണ്ട ആ വീടില്ല, ആ വീടിൻ്റെ തൊട്ടപ്പുറയുള്ള വേറൊരു വീടുണ്ട്. ആ വീട്ടിലെ ചേട്ടനാണിത്. പുള്ളിയാണെന്ന് തോന്നുന്നു ഇതൊക്കെ നോക്കുന്നത്. അപ്പം എന്നോട് പ്രത്യേകം പറഞ്ഞു, ബി കെയർഫുൾ, കയറി പോകുമ്പോൾ തലയും കാലും കൈയൊന്നും മുട്ടാൻ പാടില്ല, ഉരുണ്ട് വീഴാൻ പാടില്ല എന്നൊക്കെ. ശരിക്കും 90 ഡിഗ്രി ചെരുവിലാണ് ഈ ഒരു കോവണി ഉള്ളത്. 90 അല്ല 80. അപ്പം നമ്മൾ കയറുമ്പോൾ നോക്കിയും കണ്ടും സ്ലിപ്പാകാതെ കയറിയില്ലെങ്കിൽ ചിലപ്പം പണി പാളും. പറഞ്ഞാൽ എന്തുകൊണ്ടും നല്ലതാണ്. ഓ മൈ ഗോഡ്, നല്ല തണുപ്പ് കയറി വരുന്നതിന്. മണത്തിനൊക്കെ ഒരു വ്യത്യാസവും വരുന്നുണ്ട്. യെസ്, എൻ്റെ തന്നെ. വീണ്ടും മുമ്പോട്ട് പോവാം. ഇനിയിപ്പോൾ നമുക്ക് ടോർച്ച് വേണ്ടി വരും കേട്ടോ. ലൈറ്റ് പതുക്കെ കുറയുന്നുണ്ട്. യെസ്. ഓ, ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഇങ്ങനെ കുറേ ഫോർമേഷൻസ് ഉണ്ട് കണ്ടോ നിങ്ങൾ. ഈ വെള്ളം ഒഴുകി വന്നിട്ട് ഇതൊക്കെ കൊണ്ടാണ് ഇതിന് ഫയർഫ്ലൈ എന്നുള്ള പേര് വന്നത്, അല്ലാണ്ട് തുമ്പി ഉള്ളതുകൊണ്ടല്ല കേട്ടോ. എന്തെല്ലാം മണ്ടത്തരങ്ങളാണ് ഞാൻ ആദ്യമേ വിളിച്ച് പറയുന്നത്. ആദ്യമേ ഈ ഒരു ഭാഗം കാണും. ഇവിടെയൊക്കെ തട്ടായിട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കുകയാണ് കേട്ടോ. ഇതാണ് നിങ്ങൾ. then അതിൻ്റെ മേലോട്ടേക്കും ഉണ്ട് വലിയ ഫോർമേഷനാണ്. ഞാൻ ഇതുപോലുള്ള ഒരു കാഴ്ച കണ്ടത് നേപ്പാൾ പോയപ്പോൾ. നേപ്പാളിലുണ്ട് ഈ പൊക്രയിൽ ഇതുപോലൊരു ഭൂമിക്കടിയിലുള്ള ഒരു ഗുഹ. അടുത്ത കോവണി നെക്സ്റ്റ് ഫ്ലോറിലോട്ടാണ് കേട്ടോ കയറുന്നത്. ശരിക്കും പണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു, പ്രാചീന മനുഷ്യർ താമസിച്ചിട്ടുണ്ട് ഇതുപോലുള്ള ഗുഹകളിൽ നിന്ന്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത് മഴയും വെയിലൊന്നും കൊള്ളാതെ വന്യജീവികളുടെ ആക്രമണമൊന്നും ഇല്ലാതെ ശരിക്കും ഇത്രയും ഹൈറ്റിലൊക്കെ താമസിക്കാൻ പറ്റും. പല മുറികൾ പോലെയൊക്കെ. അത് മനുഷ്യനൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു തരത്തിൽ വരുമ്പം ഇത് തന്നെയാണ് കേട്ടോ ശരിക്കും നല്ലൊരു ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത്. പുതിയതായിട്ട് വീടൊന്നും ഉണ്ടാക്കണ്ടല്ലോ. ശരിക്കും ഈ മലയുടെ അങ്ങ് എൻ്റെ വരെ അങ്ങനെ നീണ്ട് വലിയൊരു ഗുഹ പോലെ മേലോട്ടേക്ക് കിടക്കുകയാണ് കേട്ടോ ഈ ഒരു പോർഷനെ. എന്തായാലും വാ, തെന്നാതെ കയറി തുടങ്ങാം. ഒരു ഉളുമ്പ് നാറ്റമുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ. ശരിക്കും കോറൽ തന്നെ, കടലിൻ്റെ ഉള്ളിൽ നിന്ന് പൊങ്ങി വന്നു തന്നെ. എനിക്ക് തോന്നുന്നത് ഈ ചേട്ടനായിരിക്കും മിക്കവാറും ഈ ഒരു ഏണിയൊക്കെ സെറ്റാക്കി ഇവിടെ ആളുകൾക്ക് ഇങ്ങനെ കയറാൻ വേണ്ടിയുള്ള വഴിയൊക്കെ ഇതാക്കിയത്. അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ വരുന്ന ആളുകളോട് ചെറിയൊരു ഫീസ് വാങ്ങുന്നത്. 20,000 രൂപ. 20,000 രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു 120 രൂപ കേട്ടോ. ആ ഒരു റേഞ്ച് കിട്ടിയാൽ മതിയേ. 110 രൂപ. കോറൽസിനൊക്കെ ഉറപ്പുണ്ടോ എന്തോ. എൻ്റെ പനയത്തി. നമ്മൾ കയറി വന്ന പോർഷൻ കണ്ടോ നിങ്ങൾ, ഇത്രയും ഇടുങ്ങിയതാണേ. ഇവിടെ ശരിക്കും കാഴ്ചകൾ ഒരുപാടുണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ ഒരു ഫോർമേഷൻ നല്ല രീതിക്കുണ്ടേ. വാവ്, നൈസ്. അതുകൂടാതെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ ഒരു വഴി എന്താ, നമുക്കിതിലേ അങ്ങനെ കയറി ആ ഗുഹേൻ്റെ മേലേക്ക് വീണ്ടും കയറി പോകാൻ പറ്റും കേട്ടോ. ഇതിവിടെയെല്ലാം ഇങ്ങനെ ആ ഒരു സാധനം ഫോമായിട്ട്. ഓ, ഇതിനൊരു അന്ത്യമില്ലല്ലോ ദൈവമേ. കുറച്ചൊരു മേലോട്ട് കയറട്ടെ. അപ്പോൾ ഇവിടെയെല്ലാം വിശാലമാണ് കേട്ടോ ഈ ഒരു പോർഷൻസൊക്കെ. അതിൻ്റെ ഉള്ളിലോട്ട് ഗുഹ അങ്ങനെ നീണ്ട് കിടക്കുകയാണ്. അതുകൂടാതെ മേലെ ഭാഗത്തോട്ട് നിങ്ങൾ അങ്ങനെയുണ്ട് പോർഷൻസ്. ശരിക്കും മേലെ നിന്ന് വെള്ളം ഒലിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സാൾട്ടൊക്കെ ഇല്ലേ, സാൾട്ടൊക്കെയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഫോം ചെയ്ത് വന്നേക്കുന്നത്. ഇങ്ങനെ കൂർമ്പനെയുള്ള ഒരു പോർഷൻ ഇവിടുത്തത് പൊട്ടിയിട്ടുണ്ട്. ആ പൊട്ടിയേക്കുന്നത് നമുക്ക് കാണുമ്പോൾ അതിൻ്റെ ഉള്ളിലെ സാൾട്ടൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നൈസ്. അതുപോലുള്ള വലിയ സാധനമാണ് ഇങ്ങനെ തൂങ്ങി ഇവിടം വരെ കിടക്കുന്നത്. നമുക്ക് അവിടെയെല്ലാം വേറെ എന്തൊക്കെയോ രൂപങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടി ആണെങ്കിൽ താഴോട്ടേക്ക് വേറൊരു ഗുഹ പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഉറ്റുന്നുണ്ടേ. ഇതുണ്ടോ, ഇങ്ങനെ ഉറ്റി വന്ന്
ഇത് കണ്ടത് ഇവിടെ ഇങ്ങനെ ഒറ്റി വന്ന വെള്ളം അതവിടെ ഫ്രീസാകും. അങ്ങനെയാണത് വലിപ്പം കൂടുന്നത്. അതേ നിങ്ങളെ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാവേ. ഇത് പിന്നെ ഒരു അന്ത്യമൊന്നും ഇല്ല എന്ന് പറയുന്നത് സത്യമാണ്. ഇത് അതിൻ്റെ ഉള്ളിലോട്ട് വീണ്ടും വലിയൊരു ഗുഹയുടെ പോർഷൻ കേട്ടോ. ശരിക്കും ഇതൊന്നും ഇൻ്റർനാഷണലി അത്രയൊന്നും അധികം ആളുകൾക്ക് അറിയപ്പെടാത്തത് കൊണ്ടാണ് ഇങ്ങനെ എന്താ ആളും വെളിച്ചമൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ വേറെ ലെവൽ സാധനമാണ് അവിടെ കാണുന്നത്. ഞാൻ അങ്ങോട്ട് പോയി കാണിക്കാതെ. അതുകൂടാതെ ഇവിടുത്തെ ഈ ഒരു ഇറങ്ങുണ്ടോ നിങ്ങൾ, ഇവിടെയും അതുപോലെ തന്നെ. എൻ്റെ പൊന്നെ, ഇത് ഇത്രയും വലിയ ഗുഹയാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അയ്യോ, ഇത് വിശാലം എന്ന് പറഞ്ഞാൽ അതിവിശാലം, അതിവിശാലം. ഇതിന് 20,000 രൂപയൊന്നും വാങ്ങിയാൽ പോരാ. ശരിക്കും ഇതുണ്ടല്ലോ, അത്യാവശ്യം കുറച്ച് ലൈറ്റപ്പൊക്കെ ചെയ്ത്, കുറച്ച് ലൈറ്റപ്പ് വേണ്ട, കുറച്ച് വെള്ള ലൈറ്റോ അല്ലെങ്കിൽ കുറച്ച് കാണാൻ പാകത്തിനുള്ള ലൈറ്റ് വെച്ചാൽ മതി. വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഇൻ്റർനാഷണൽ ലെവൽ സാധനമാണ് കേട്ടോ. ഇവിടെ ആരും അറിയാതെ ഈ ഒരു കാട്ടിനുള്ളിൽ അധികം ആളുകളൊന്നും വരാതെ ഇങ്ങനെ കിടക്കുന്നത്. ഇതിപ്പോൾ വലിയ ഏതോ ഒരു ഹോളിൽ വന്ന് നിൽക്കുന്ന പോലത്തെ ഒരു പ്രതീതിയാണ് ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളത്. ഇത് ആ ഒരു സാധനങ്ങളൊക്കെ ഫ്രഷാണ്, നല്ല വൈറ്റ് കളറിൽ. ഇവിടെ ഇതാ വേറൊരു ഫോമുണ്ട്, മാ ദി ലറാങ് നായിക്ക് എന്നൊക്കെ അതിൻ്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ, ഞാൻ ആ ഒരു ചെറിയ പോർഷൻ വഴിയാണ് കയറി ഇങ്ങോട്ടേക്ക് വന്നത്, അതിൻ്റെ കേവ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ വലിയ വിശാലമായിട്ടുള്ളൊരു ഹാളാണ്. നമ്മൾ ലുലുമാളിൻ്റെയൊക്കെ, കൊച്ചി ലുലുമാളിൻ്റെയൊക്കെ സെൻറ്ററിലെ ആ ഭാഗമില്ലേ, ആ ഭാഗത്തൊക്കെ പോയി നിൽക്കുന്ന പോലെ അത്രയും ചുറ്റും ബിൽഡിങ്ങൊക്കെ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ. ശരിക്കും ഇതിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ, ഹൈറ്റ് വന്നിട്ടൊരു 5-6 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റിലാണ് ഇതിൻ്റെ മേലഭാഗം അങ്ങനെ വൈഡായിട്ട് ഓപ്പണായി കിടക്കുന്നത് കേട്ടോ. അത്രയ്ക്കുണ്ട്. പിന്നെ ഇതുണ്ട്, ഒരു എത്ര നില, ഒരു ചുരുങ്ങിയത് ഒരു 2 നില കെട്ടിടത്തിൻ്റെ എങ്കിലും ഹൈറ്റിൽ എന്താ ഈ സാധനം ഇങ്ങനെ ഫോം ചെയ്തിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. എൻ്റെ കുറേ കൂടെ അടുത്ത് ഞാൻ വന്നു. എന്താ തൊടുന്നൊന്നുമില്ല കേട്ടോ. മേ ബി എന്തെങ്കിലും ഇവരുടെ വിശ്വാസപരമായിട്ടുള്ള എന്തെങ്കിലും സാധനമാണോ എന്ന് എനിക്കറിയില്ല. സംതിങ്. ഇത് അങ്ങോട്ടേക്കൊക്കെ വീണ്ടും വിശാലമായിട്ട് ഈ ഒരു ഗുഹ കിടപ്പുണ്ട്. ഇതിനൊരു അത് എൻ്റെ അമ്മേ, അതാ വീണ്ടും അത് അങ്ങ് നീണ്ടു പോവുക ആ ഒരു ഭാഗത്തൊക്കെ കണ്ടങ്ങൾ. ഞാൻ ആ ഫോർമേഷൻ്റെ തൊട്ട് താഴേക്ക് വന്നേ. താഴേക്ക് വരുമ്പോഴാണ് ഇതിന് എത്രമാത്രം ഇതുണ്ട്, അല്ലി ആയിട്ട് ഇങ്ങനെ അതിൻ്റെ ഉൾഭാഗം കിടക്കുന്നത്. അയ്യോ, ഇപ്പോൾ ലൈറ്റ് ഇപ്പോൾ താഴെ പോയ ലൈറ്റിൻ്റെ പൈസ കൂടി ഞാൻ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇതുണ്ടോ അല്ലി ആയിട്ട് കിടക്കുന്ന ഫോർമേഷൻസ്. എൻ്റെ പൊന്നളിയാ, ഇതൊക്കെ എന്താണ് ഞാൻ ഈ കാണുന്നത്? ഇത് അവിടെയൊക്കെ അതുപോലെ വലിയ ഫോർമേഷൻസാണ്. ഇതുണ്ടോ, അധികം തടിയൊന്നും ഇല്ലാത്ത ആളുകൾക്കുണ്ടല്ലോ, ഇതിൻ്റെ ഒരു ഗ്യാപ്പ് വഴി അപ്പുറത്തേക്ക് കിടക്കാനൊക്കെ പറ്റും കേട്ടോ. ഞാനും കിടക്കാൻ പറ്റും നോക്കട്ടെ. എനിക്ക് വലിയ തടിയൊന്നും ഇല്ലല്ലോ, ഇല്ല. വയറ് കുറച്ച് വലുതായിട്ടുണ്ട്. വീട്ടിൽ പോയി നിന്നേൻ്റെ വയറ് മുട്ടുന്നുണ്ട്. സാരമില്ല, വയറ് വലിച്ച് പിടിച്ചിട്ട് കിടക്കാം. യെസ്, ഞാനും കിടന്നു. അപ്പോൾ വയറ് കുറച്ചിട്ട് പറഞ്ഞു കേട്ടോ ഇപ്പുറത്തോട്ട് കിടക്കാം. ഇതിനൊരന്ത്യമില്ലേ ദൈവമേ. ഇതാ വീണ്ടും ഇങ്ങോട്ടേക്ക് കുറേ ഭാഗത്ത് വീണ്ടും നീണ്ടു കിടക്കുന്ന നമ്മളുടെ ഗുഹ. ഈ ഒരു പോർഷൻസൊക്കെ കാണുന്നുണ്ടല്ലോ, മേലെ നിന്നുള്ള ആ ഒരു തൂങ്ങി കിടക്കുന്ന സാധനം കുറച്ചെണ്ണം പൊട്ടി താഴോട്ടേക്ക് വീണതിൻ്റെയാണ് കേട്ടോ. പുതിയത് അവിടെയെല്ലാം ഫോമായി വരുന്നുണ്ട് കേട്ടോ. ഉണ്ടല്ലോ, അതെല്ലാം പുതിയതായിട്ട് ഉണ്ടായി തുടങ്ങിയേക്കുന്നതാണ്. ഇവിടെ ഈ ഒരു സാധനം കണ്ടോ, ഇത് വന്നിട്ട് ഇനിയിപ്പം ഇതുമായിട്ട് കൂട്ടിമുട്ടുമായിരിക്കും. കാരണം മേലെ ഈ സാധനം ഇങ്ങനെ പതുക്കെ വളർന്ന് താഴോട്ടേക്ക്, അതായത് സെഡിമെൻറ്റ് ചെയ്ത് താഴോട്ടേക്ക് മുട്ടുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് രണ്ടും കൂടി ഒന്നാകും. അത് നല്ല കാര്യമാണ്. അപ്പോൾ ഗുഹയ്ക്ക് ഒരു എക്സ്ട്രാ സപ്പോർട്ട് കൂടി കിട്ടും. ശരിക്കും ഇത് കാണാതെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ വൻ നഷ്ടമാകുമായിരുന്നു കേട്ടോ. എന്തായാലും വീണ്ടും തപ്പിപ്പിടിച്ച് ഇങ്ങോട്ടേക്ക് കയറി വരാൻ തോന്നിയത് വലിയ കാര്യമാണ്. ഇതിങ്ങനെയാണ് നമ്മൾ ചില കാര്യങ്ങളെ തപ്പിക്കണ്ടുപിടിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാഴ്ചകൾ കിട്ടുക. പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്.
അപ്പോൾ അത് തന്നെ നമുക്കിതാ ഇപ്പോഴും കിട്ടിയിരിക്കുന്നു. ശരിക്കും ആ ചേട്ടനെ കണ്ടതും ആ ലൈറ്റ് കിട്ടിയതും നന്നായി. ഇല്ലെങ്കിൽ ലൈറ്റ് ഇല്ലാതെ ഇവിടെ ഒരു പരിപാടി നടക്കത്തില്ല. കൂറ്റാക്കൂറ്റി ഇരുട്ടാണ് കേട്ടോ. 20,000 രൂപ കൊടുത്താലും നഷ്ടമില്ല. ശരിക്കും 20,000 രൂപ എൻട്രി ഫീസ് കുറവാണെന്നാണ് എനിക്ക് ഇവിടം വരെ കയറി വന്ന് ഈ കാഴ്ച കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ തോന്നിയത് കേട്ടോ. ഇതിനെ കുറേം കൂടി ഇവർക്ക് മാർക്കറ്റ് ചെയ്യാം. ഇതിനെ കുറേം കൂടി എന്താ പറയുക ടൂറിസ്റ്റുകളിലേക്ക് എത്തിക്കാം. എന്തായാലും വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ആളുകൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു നിർമ്മിതി തന്നെയാണ് പ്രകൃതി ഉണ്ടാക്കിയത് ഈ ഒരു ഗുഹ എന്ന് പറയുന്നത്. ഗുനും ശരിക്കും ഉണ്ടല്ലോ, തിരിച്ചിറങ്ങുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേവേ നമ്മുടെ കേരളത്തിലായിരുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, അത് എത്രമാത്രം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമായി മാറും എന്നുള്ളത്. ശരിക്കും ഇങ്ങനെ ടൂറിസം സ്പോട്ടുകളൊക്കെ കണ്ടെത്തി അത് ടൂറിസ്റ്റുകളുടെ മുമ്പിൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാടിന് അത്യാവശ്യം പ്രത്യേകം കുറച്ച് കഴിവൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ നാടിനും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക്. ഇവിടെ പക്ഷേങ്കിൽ അതൊന്നും അധികം നല്ല രീതിക്ക് മാർക്കറ്റ് ആവുന്നില്ല. ഇത് നോക്ക് നിങ്ങൾ, നമ്മൾ നേരത്തെ അവിടെ കണ്ട ആ പൂച്ചയില്ലേ, അതിനാന്ന് തോന്നുന്നു. കണ്ണൊക്കെ കണ്ടിട്ട് അതുപോലെ ഉണ്ട്. അത് എന്നെ അന്വേഷിച്ച് ഞാൻ അവിടെ നിന്ന് കുറേ ദൂരം ഇങ്ങോട്ട് നടന്നു വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങോട്ട് വന്നു അത് എന്നിട്ട് ഗുഹ കാണാൻ വേണ്ടിയിട്ട് മേലോട്ട് കയറുന്നത്. ഞാൻ തിരിച്ചിറങ്ങുക, ബാ നമുക്ക് പോകാമല്ലോ. ഇവിടെയുള്ള ഏതോ വീട്ടിലെ പൂച്ചയാന്ന് തോന്നുന്നു കേട്ടോ. കയറുക, എൻ്റെ തോളെ കയറ്, കമ്മ തോളെ കയറ്, കയറ്. നിൻ്റെ വെയിറ്റ് എനിക്കാവില്ലല്ലോ, കയറുന്നില്ല പാന്ന്. മറ്റേ ഇന്നസെൻറ്റ് പറഞ്ഞ പോലെ നിൻ്റെ വെയിറ്റ് എനിക്കാവത്തില്ലല്ലോ, നീ എൻ്റെ തോളേൻ്റെ പൊക്കത്തല്ലേ. തിരിച്ചിറങ്ങി വന്ന് ഞാൻ പൈസയും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരന് കൊടുത്തേ. അപ്പോൾ ഇവിടെ അടുത്തുള്ള വീട്ടിലെ പൂച്ചയാണ് ഇതെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അവനിങ്ങനെ കറങ്ങി നടക്കും, കുറച്ച് ഇതിങ്ങനെ വിട്ടടിച്ചിട്ട്. അങ്ങനെയാണ് എൻ്റെ അടുത്ത് എത്തിയത്. എന്നാലും ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു കാരണം ഈ ഒരു ഗുഹ ഇവിടെ ഉള്ള കാര്യം ഞാൻ നടന്നു വരുമ്പോൾ ബോർഡ് ആ ഒരു ജസ്റ്റ് എടുത്ത് കണ്ട മാത്രം ഞാൻ വന്നതാണ്. ആ ഒരു ബോട്ടിങ്ങിൻ്റെയൊക്കെ അവിടെ വലിയ കുറച്ചധികം ഫോട്ടോയുള്ള ബോർഡ് വെക്കാൻ പറഞ്ഞു ഞാൻ. അങ്ങനെ ആകുമ്പോൾ കുറേ കൂടി ടൂറിസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് വരും. ശരി, നല്ല പൊട്ടൻഷ്യലുണ്ട് ഈ സ്ഥലത്തിന്. നൈസ്. ഇനിയിപ്പോഴേ എങ്ങോട്ടേക്ക് പോകും, എന്താണ് അടുത്തത് ചെയ്യേണ്ടതെന്നുള്ളത് ചിന്തിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതാ ഈ ഒരു ഗുഹയെ നോക്കിയിട്ട് വന്നത്രയും ദൂരം കുറേ ദൂരമുണ്ട് നടക്കാനായിട്ട്. അതോ വേറെ വല്ല വഴിയും കയറി പോയാലോ എന്നൊക്കെയാണ് ചിന്താഗതിയുള്ളത്. നമ്മുടെ ബൈക്ക് അവിടെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ അതൊക്കെ പോയി എടുക്കുകയൊക്കെ വേണം. എങ്ങനെയുണ്ട് നമ്മളുടെ ഈ ഒരു ഗ്രാമത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു ഗുഹയുടെയും ഇതിലൂടെയുള്ള നടത്തത്തിൻ്റെയൊക്കെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതുപോലുള്ള ഗ്രാമക്കാഴ്ചകൾ, ഗ്രാമത്തിലെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള പ്ലേസിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കൂടെ തന്നെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോസ് ഒന്ന് ബാക്കി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൂടാതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ യൂട്യൂബ് മറ്റാളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ നിങ്ങൾക്ക് തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ് കേട്ടോ അത്. അപ്പം അതൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഹൈപ്പ് പോയിൻ്റൊക്കെ ആഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഫാമിലി ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീട്ടിലെ പയ്യനാണ്, അവനിങ്ങനെ യാത്രകളൊക്കെ പോകുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ എന്നൊക്കെ ഒന്ന് പറയാം കേട്ടോ. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഇനിയിപ്പോൾ മുമ്പോട്ടേക്ക് എന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടാലോ. അതുവരേക്കും ബൈ, സ്നേഹം മാത്രം. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.